ആഗോളതലത്തിൽ സ്വർണ്ണവില കുത്തനെ വർദ്ധിക്കുന്നതിനനുസരിച്ച് സ്വർണ്ണ മോഷണങ്ങളുടെ എണ്ണവും വർദ്ധിച്ചിരിക്കുകയാണ്. ഈ മോഷണങ്ങൾക്ക് നാടെന്നോ വിദേശമെന്നോ ഉള്ള വ്യത്യാസമില്ല. അടുത്തിടെ യൂറോപ്പിൽ നിന്നെത്തിയ ഒരു യുവതി ദുബായിലെ ഒരു പ്രശസ്ത ജ്വല്ലറിയിൽ സ്വർണം മോഷ്ടിക്കുന്നതിനിടെ പിടിയിലായ വാർത്തയാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും പുതിയത്. യുവതിക്ക് ദുബായ് കോടതി കനത്ത പിഴയും ശിക്ഷയായി വിധിച്ചു. ഏകദേശം 10,000 ദിർഹം വില വരുന്ന സ്വർണ്ണമാലയാണ് ഈ യൂറോപ്യൻ വനിത ജ്വല്ലറിയിൽ നിന്നും മോഷ്ടിച്ചത്. ഈ സംഭവം ദുബായിലെ നിയമപരമായ കർശന നിലപാടുകൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒന്നായി മാറി. കോടതി വിധി പ്രകാരം 5,000 ദിർഹം പിഴയായി അടയ്ക്കാനും മോഷ്ടിച്ച മാലയുടെ നഷ്ടപരിഹാരമായി ജ്വല്ലറിക്ക് 10,000 ദിർഹം നൽകാനും വനിതയോട് ഉത്തരവിട്ടു. അതായത് മൊത്തം 15,000 ദിർഹം യുവതിക്ക് പിഴ അടയ്ക്കേണ്ടി വന്നുവെന്ന് ഖലീജ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ മാർച്ചിലാണ് ദുബായിലെ ഈ മോഷണ സംഭവം നടന്നത്. ദുബായിലെ ഒരു തിരക്കേറിയ സ്വർണ്ണാഭരണ കടയിലെത്തിയ യുവതി ആഭരണങ്ങൾ ശ്രദ്ധയോടെ നോക്കുന്നത് സെയിൽസ്മാൻ ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ ഏറെ സമയം എടുക്കാതെ തന്നെ അവർ പെട്ടെന്ന് കടയിൽ നിന്ന് പുറത്തേക്ക് പോവുകയായിരുന്നു. യുവതി പോയതിന് തൊട്ട് പിന്നാലെയാണ് 10,000 ദിർഹം വിലമതിക്കുന്ന ഒരു സ്വർണ്ണമാല കാണാതായെന്ന് സെയിൽസ്മാൻ മനസ്സിലാക്കിയത്. ഉടൻ തന്നെ കടയിലെ CCTV ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തു. ഈ ദൃശ്യങ്ങളാണ് കേസിൽ നിർണായകമായത്. CCTV ദൃശ്യങ്ങളിൽ വനിത മാലയെടുത്ത് തന്റെ ഹാൻഡ് ബാഗിലിട്ട ശേഷം അതിവേഗത്തിൽ കടയിൽ നിന്ന് പുറത്ത് കടക്കുന്നത് വ്യക്തമായി കാണാമായിരുന്നു. ജ്വല്ലറി ഉടമകൾ ഉടൻ തന്നെ ദുബായ് പോലീസിൽ പരാതി നൽകി. ജ്വല്ലറി ഉടമകൾ നൽകിയ CCTV ദൃശ്യങ്ങളെ അടിസ്ഥാനമാക്കി ദുബായ് പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. യുവതി യാത്ര ചെയ്തിരുന്ന വാഹനത്തിന്റെ നമ്പർ ഉപയോഗിച്ച് വളരെ വേഗത്തിൽ തന്നെ പോലീസ് പ്രതിയെ കണ്ടെത്തുകയും പിടികൂടുകയും ചെയ്തു. തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തപ്പോൾ വനിത മോഷണക്കുറ്റം സമ്മതിച്ചു. എന്നാൽ മോഷണത്തിന് പിന്നിലെ കാരണം എന്ന നിലയിൽ അവർ മുന്നോട്ട് വെച്ച വാദം കൗതുകകരവും വൈകാരികവുമായിരുന്നു. യുവതിയുടെ അവകാശവാദം അനുസരിച്ച് അവർ മോഷ്ടിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല. മോഷണം നടന്ന സമയത്ത് സഹോദരിയുടെ മരണവാർത്ത അറിഞ്ഞതിന്റെ ഞെട്ടലിലും വൈകാരികമായ അസ്വസ്ഥതയിലുമായിരുന്നു അവർ. അതൊരു അബദ്ധമായിരുന്നുവെന്നാണ് അവർ പോലീസിന് നൽകിയ മൊഴി. ഞാൻ മോഷ്ടിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല, അതൊരു അബദ്ധമായിരുന്നു. സഹോദരിയുടെ മരണം അറിഞ്ഞപ്പോൾ മനസ്സ് അസ്വസ്ഥമായിരുന്നു എന്ന് അവർ പോലീസിന് മൊഴി നൽകിയതായി ഖലീജ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. വൈകാരികമായ പിരിമുറുക്കമാണ് ഈ പ്രവൃത്തിയിലേക്ക് നയിച്ചതെന്നായിരുന്നു അവരുടെ പക്ഷം. കോടതിയിലും യുവതിയുടെ അഭിഭാഷകൻ ഈ വൈകാരിക അവസ്ഥ ചൂണ്ടിക്കാട്ടി ശിക്ഷയിൽ ഇളവ് ആവശ്യപ്പെട്ടു. സഹോദരിയുടെ മരണവാർത്തയും അതിന്റെ ഫലമായി ഉണ്ടായ മാനസികാവസ്ഥയും പരിഗണിച്ച പ്രതിയോട് ദയ കാണിക്കണമെന്നായിരുന്നു അഭിഭാഷകൻ വാദിച്ചത്. എന്നാൽ ഈ വാദങ്ങൾ ദുബായ് കോടതി തള്ളിക്കളഞ്ഞു. കേസിൽ സമർപ്പിച്ച തെളിവുകൾ കൃത്യമായി മോഷണ ഉദ്ദേശം തെളിയിക്കുന്നുവെന്ന് ജഡ്ജി ചൂണ്ടിക്കാട്ടി. വൈകാരികാവസ്ഥ ഒരു കുറ്റകൃത്യത്തിന് ന്യായീകരണമാകില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. പ്രതിയുടെ പെരുമാറ്റവും ചുറ്റുപാടുകളും അവരുടെ പ്രവൃത്തിയെക്കുറിച്ചുള്ള പൂർണ്ണ അവബോധം സൂചിപ്പിക്കുന്നു. ജഡ്ജി നിരീക്ഷിച്ചു. മാലയെടുത്ത് ബാഗിലിട്ട് വേഗത്തിൽ കടന്നുപോയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായ ആസൂത്രണത്തോടെയുള്ള മോഷണ ശ്രമമാണെന്ന് കോടതി വിലയിരുത്തി. CCTV ക്യാമറ ദൃശ്യങ്ങൾ, വാഹനം തിരിച്ചറിഞ്ഞത്, മോഷണക്കുറ്റം സമ്മതിച്ചത് എന്നിവയെല്ലാം യുവതിക്കെതിരെയുള്ള പ്രധാന തെളിവായി കോടതി പരിഗണിച്ചു. തെളിവുകളുടെ ബലത്തിൽ മോഷണക്കുറ്റം പൂർണ്ണമായും തെളിയിക്കപ്പെട്ടു.